ക്ഷേത്രഭൂമി സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള ഏക നേതാവ് എൻ്റെ അറിവിൽ. അതിനെക്കുറിച്ച് അക്കാലത്ത് മാതൃഭൂമിയിൽ ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് റിപ്പോർട്ടും വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതൊഴിച്ചാൽ മറ്റൊരു പാർട്ടിക്കാരും ഈ രംഗത്ത് ഇല്ല. കാരണം കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം മലയാള മനോരമയുടെ ഒരു ധാർമ്മികവും സാമുദായികവും രാഷ്ട്രീയവുമായ പിന്തുണയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഒരു അഭിപ്രായം ചോദിക്കും. മനോരമക്കാർ കയ്യേറിയതിനെ പറ്റി സുകുമാരൻ ചേട്ടൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, ചേട്ടൻ ഗതകവളിതം എൻ്റെ കർണയുഗ്മം വദനവിഭൂഷണ മാത്രമായി ചമഞ്ഞു എന്ന വള്ളത്തോളിന്റെ കവിത പോലെ എന്താ ഇവിടെ പറയുന്നത്, ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കൂ, നടേശൻ ചേട്ടനും ഇത് തന്നെ പറയും. നിങ്ങളൊന്ന് വിളിച്ച് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ വിളിക്കൂ. അദ്ദേഹം പറയും എന്താണ് അനിയ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഈ രണ്ട് നേതാക്കന്മാർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് ഇളകുക? ഇതാണ് സംഗതി. ഇതിനെക്കുറിച്ച് വാർത്ത വരുന്ന ഒരേ ഒരു പേപ്പർ അഭിലാഷോട് ഞാൻ പറയാം, പോപ്പുലർ ഫ്രണ്ടുകാരുടെ തേജസ് മാത്രമാണ്. കാരണം തേജസ്സിന് മനോരമയെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ നാളെ ഈ വാർത്ത മാധ്യമത്തിലോ സിറാജിലോ കൂടി വന്നേക്കാം. ദേശാഭിമാനിയിൽ അടക്കം വരില്ല. ഞാൻ പറയട്ടെ, മനോരമക്കാർക്ക് ജർമ്മൻ ബാങ്കിൽ കള്ളപ്പണമുണ്ട് എന്ന വാർത്ത ജനയുഗത്തിലും വന്നില്ല, ദേശാഭിമാനിലും വന്നില്ല. ഈ രണ്ട് പത്രത്തിൽ പോലും വന്നില്ലെങ്കിൽ പിന്നെ ഏതിലാണ് വരിക?